ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പളഗേട്ട് മൂസോടി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ്. ഉപ്പളഗേട്ട് എൻ്റെ കൂടെയുള്ളത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ടീമിലെ RPFൻ്റെ പ്രിയപ്പെട്ട SI ദിലീപാണ് കൂടെയുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ക്ഷണം മുഖാന്തരമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹം വൈകുന്നേരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ, ഒന്ന് ഉപ്പളഗേട്ട് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരണമെന്ന്. ഞാൻ വന്നപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹം കാണിച്ചത്. ഒരു പശു കിടാവ് ട്രെയിൻ തട്ടി, ഏറനാടൻ ട്രെയിനാണ്, ഏറനാടൻ ട്രെയിൻ തട്ടി ഒരു പശു കിടാവ് മരിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ ഇവർക്ക് ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അതിന് ടാഗ് ഇല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടു. ഞാൻ വന്നപ്പോഴും ഇതിൻ്റെ ഇതുവരെ ഉടമസ്ഥയെ കിട്ടിയിട്ടില്ല. ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം 8ാമത്തെ പ്രാവശ്യം ഈ പശുക്കൾ ഇവിടെ ട്രെയിൻ തട്ടി മരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. പശുക്കിടാക്കളെ ഇങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് കടത്തിവിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2 മിനിറ്റോളം ട്രെയിൻ നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പശുക്കളെ ട്രെയിൻ ട്രാക്കിൻ്റെ പരിസരത്തേക്ക് അടക്കാതിരിക്കുക. ഇന്നിവിടെ നല്ലൊരു പശുക്കിടാവാണ് ട്രെയിൻ തട്ടി മരിച്ചിരിക്കുന്നത്. വളരെ സങ്കടം തോന്നുന്നു. അതിന് അത്രത്തോളം വളർത്താൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉടമസ്ഥനെന്ന് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നു, ഇനിയെങ്കിലും ഇത്ര വലിയ സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു പശുവെ വളർത്തുക, ആ പശു പിന്നീട് ഒരു ഉപകാരമില്ലാതെ ട്രെയിൻ തട്ടി മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വളരെ സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് വളരെ ജാഗ്രതയോടുകൂടി പശുക്കളെ വളർത്തണമെന്ന് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ വളരെ ഗൗരവത്തോടെ ഇവിടെ പറയുന്നത്. അതിൻ്റെ ഉടമയെ കണ്ടാൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ്. കാരണം അത് മറ്റു ട്രെയിൻ യാത്രക്കാരുടെ ജീവന് തന്നെ, സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് അപകടം പലതും നടക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങൾ അത് റെയിൽവേ ട്രാക്കിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് ഇവരുടെ അധികാരികളുടെ കയ്യിൽ കിട്ടിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ആധികാരികമായ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ശവസംസ്കാരങ്ങൾ, മരണാന്തര ചടങ്ങുകൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഓക്കെ.